ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2025 ഫെബ്രുവരി 5 തീയതി മകരമാസത്തിലെ ഭരണിയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അന്ന് മറ്റൊരു വിശേഷവും കൂടിയുണ്ട്. അതാണ് ഭീഷ്മ അഷ്ടമി. മഹാഭാരതത്തിലെ ഭീഷ്മരെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. കൗരവരുടെയും പാണ്ഡവരുടെയും പിതാമഹനായിരുന്നു ഭീഷ്മർ. ആ ഭീഷ്മർ മരണപ്പെട്ട ദിവസമാണ് ഭീഷ്മ അഷ്ടമിയായി നമ്മൾ ആചരിക്കുന്നത്. മഹാഭാരത യുദ്ധത്തിൽ ശിഖണ്ഡിയെ മുൻനിർത്തിയാണ് അർജുനൻ ഭീഷ്മരോട് യുദ്ധം ചെയ്തത്. സ്ത്രീകളോട് യുദ്ധം ചെയ്യില്ല, ആയുധം ഇല്ലാത്തവനോട് യുദ്ധം ചെയ്യില്ല, ഇങ്ങനെയൊക്കെയുള്ള ശപഥങ്ങൾ ഭീഷ്മരെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശിഖണ്ഡിയിലെ സ്ത്രീത്വത്തെ കണ്ടുകൊണ്ട് ഭീഷ്മർ എതിർക്കാതിരുന്നത്. ഭീകരമായ യുദ്ധമാണ് ആ സമയം നടന്നുകൊണ്ടിരുന്നത്. ഭീഷ്മരുടെ ശരമേറ്റ് പാണ്ഡവപ്പട ആകെ തകർന്നിരിക്കുന്ന സമയത്താണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നിർദ്ദേശമനുസരിച്ച് ശിഖണ്ഡിയെ മുൻനിർത്തിക്കൊണ്ട് അർജുനൻ ഭീഷ്മരോട് യുദ്ധം ചെയ്യാൻ തുടങ്ങുകയാണ്. ശ്രീകൃഷ്ണൻ പാർത്ഥനോട് ഇപ്രകാരം പറഞ്ഞു: അർജുന, നോക്കൂ, ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ ഭീഷ്മർ നിൽക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ നിനക്കു വധിക്കാം. ഭീഷ്മരുടെ ശരങ്ങൾ സഹിച്ചുകൊണ്ട് പോരാടാൻ നിനക്കു മാത്രമേ കഴിയൂ. പാർത്ഥശരങ്ങൾ ഭീഷ്മരുടെ രഥത്തെയും ധ്വജത്തെയുമെല്ലാം പാടെ മറയ്ക്കുന്നു. പിതാമഹൻ പാർത്ഥശരങ്ങളെ എയ്തു മുറിക്കുന്നു. ശിഖണ്ഡി വീണ്ടും മുന്നേറുന്നു. അങ്ങനെ ശിഖണ്ഡി ഭീഷ്മരുടെ നേർക്ക് ശരങ്ങൾ പൊഴിക്കുന്നു. ശിഖണ്ഡിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി അർജുനൻ നിലകൊള്ളുന്നു. ഭീഷ്മരുടെ തുണയ്ക്കുണ്ടായിരുന്ന യോദ്ധാക്കളെ ആകെ വീഴ്ത്തിക്കൊണ്ട് അർജുനൻ പിതാമഹനെ നേരിടുകയാണ്. അർജുനൻ്റെ പിന്നിൽ സാത്യകി, ചേകിതാനൻ, ദൃഷ്ടദ്യുമ്നൻ, വിരാടൻ, ദ്രുപദൻ, നകുലൻ, സഹദേവൻ, അഭിമന്യു, ദ്രൗപദിയുടെ പുത്രന്മാർ എന്നിവരുണ്ടായിരുന്നു. ഇവരെല്ലാം ശരങ്ങൾ പ്രയോഗിച്ചു എങ്കിലും ഭീഷ്മർ ഇളകുന്നില്ല. ശിഖണ്ഡിയുടെ സ്ത്രൈണഭാവം ചിന്തിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് ഭീഷ്മർ മറ്റു സൈനികരെ എല്ലാവരെയും നേരിട്ടു. ദ്രുപദന്റെ 7 മഹാരഥന്മാരെ എയ്തു വീഴ്ത്തിയപ്പോൾ പോർക്കളത്തിലാകെ കോലാഹലമായി. ശിഖണ്ഡിയെ മുന്നിലാക്കിക്കൊണ്ട് അർജുനൻ പിതാമഹന്റെ ഏറ്റവും അടുത്തെത്തുന്നു. ഭീഷ്മരെ പാണ്ഡവർ വളഞ്ഞു നിന്നു. അങ്ങനെ അവർ ശരം പ്രയോഗിക്കുവാൻ തുടങ്ങുന്നു. കൂട്ടത്തിൽ എല്ലാത്തരം ആയുധങ്ങളും പ്രയോഗിക്കപ്പെട്ടു. ഭീഷ്മർ ഒറ്റയ്ക്കായിരുന്നു. ചുറ്റുമായി രക്തദാഹികളായ അസംഖ്യം യോദ്ധാക്കൾ. ഭീഷ്മരുടെ പോർച്ചട്ട തകർന്നു. ശരീരത്തിൽ ആഴമേറിയ ക്ഷതങ്ങളുണ്ടായി. എന്നിട്ടും നിമിഷ നേരത്തിനുള്ളിൽ അദ്ദേഹം ശത്രുവലയം ഭേദിച്ച് പുറത്തു വന്നു. ഭീമസേനൻ, സാത്യകി, അർജുനൻ, ദ്രുപദൻ, ദൃഷ്ടദ്യുമ്നൻ, വിരാടൻ എന്നീ 6 മഹാരഥന്മാർക്കും സാരമായ മുറിവുകൾ പറ്റി. ഇവരൊക്കെ അത് വകവയ്ക്കാതെ ഭീഷ്മരുടെ മേൽ നിരവധി ബാണങ്ങൾ എയ്തുവിട്ടു. ശിഖണ്ഡിയുടെ ശരങ്ങളെ അദ്ദേഹം വകവച്ചില്ല. ക്രുദ്ധനായ അർജുനൻ ശരമയച്ചു. ഭീഷ്മരുടെ ചാപത്തെ തകർത്തു. കൗരവപക്ഷത്തെ മഹാരഥന്മാർക്ക് അത് കണ്ട് സഹിക്കുവാൻ കഴിഞ്ഞില്ല. ദ്രോണർ, കൃതവർമാവ്, ജയദ്രഥൻ തുടങ്ങിയ 7 മഹാരഥന്മാർ പാർത്ഥനോട് എതിരിട്ടു. ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചു. പാർത്ഥൻ അവരുടെ മേൽ വിജയം നേടുന്നു. കൗരവപ്പടയിലാകെ കോലാഹലമായി. പിടിക്കവനെ, കൊല്ലവനെ, വെട്ടവനെ, അരിഞ്ഞുകള അവനെ തുടങ്ങിയ ശബ്ദങ്ങൾ മുഴങ്ങിക്കേട്ടു. അതോടെ പാണ്ഡവപ്പടയിലെ മഹാരഥന്മാർ പാർത്ഥനെ തുണയ്ക്കുവാനെത്തി. സാത്യകി, ഭീമസേനൻ, ദൃഷ്ടദ്യുമ്നൻ, വിരാടൻ, ഘടോത്കചൻ, അഭിമന്യു, ദ്രുപദൻ എന്നീ 7 മഹാരഥന്മാർ ക്രോധത്തോടെ കൗരവപ്പടയുടെ നേർക്ക് ചാടി വീണു. പോര് ഉഗ്രമായി. അതിനിടയ്ക്ക് വില്ലു നഷ്ടപ്പെട്ട ഭീഷ്മരെ
ശിഖണ്ഡി നേരിടുന്നു. തേരും തേർക്കൊടിമരവും ശിഖണ്ഡിയുടെ ശരങ്ങളേറ്റ് തകരുന്നു. പലതവണ മാറി മാറി എടുത്ത വില്ലുകളെല്ലാം പാർത്ഥന്റെ ശരങ്ങളേറ്റ് തകരുന്നത് കണ്ട് ഭീഷ്മർ അത്യുഗ്രമായ ശക്തി വിക്ഷേപിക്കുന്നു. അർജുനൻ 5 ശരങ്ങളെ വിട്ട് ശക്തി എന്ന ആയുധത്തെ തകർത്തു കളയുന്നു. അതുകണ്ട് ഭീഷ്മർ ഇങ്ങനെ ചിന്തിക്കുന്നു: ശ്രീകൃഷ്ണ ഭഗവാൻ സഹായത്തിനില്ലായിരുന്നു എങ്കിൽ ഈ പാണ്ഡവരെ ഒറ്റ വില്ലുകൊണ്ട് വധിക്കുവാൻ തനിക്ക് കഴിയുമായിരുന്നു. ഇനിയിപ്പോൾ പാണ്ഡവരോട് യുദ്ധം ചെയ്യാതിരിക്കുവാൻ 2 കാരണങ്ങളുണ്ട്. ഒന്നാമതായി, പാണ്ഡുവിൻ്റെ പുത്രന്മാർ എന്ന നിലയ്ക്ക് ഇവരെ ഞാൻ കൊല്ലാൻ പാടില്ല. രണ്ടാമതായി, പണ്ടു സ്ത്രീയായിരുന്ന ശിഖണ്ഡിയാണ് എൻ്റെ മുമ്പിൽ നിന്നു പൊരുതുന്നത്. പണ്ട് എൻ്റെ അച്ഛൻ സത്യവതിയെ വിവാഹം കഴിച്ച സമയത്ത് എനിക്ക് 2 വരങ്ങൾ നൽകിയിരുന്നു. ഒന്ന്, എനിക്കിഷ്ടമുള്ളപ്പോഴേ മരണമുണ്ടാകൂ. 2, എന്നെ വധിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഇങ്ങനെയായിരുന്നു ആ 2 വരങ്ങൾ. ആ നിലയ്ക്ക് ഉടൻ തന്നെ മരണത്തെ പുൽകാം. അതിനുള്ള സമയം വന്നെത്തിയിരിക്കുന്നു. ഭീഷ്മരുടെ ഈ നിശ്ചയം മനസ്സിലാക്കിയ ആകാശചാരികളായ ദേവർഷികളും വസുക്കളും ഭീഷ്മരെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: അങ്ങയുടെ തീരുമാനം ഞങ്ങൾക്കിഷ്ടപ്പെട്ടു. ഇനി അതുതന്നെ നടക്കട്ടെ. പോരിൽ നിന്നും മനസ്സ് പിൻവലിക്കൂ. ആ സമയത്ത് ദേവദുന്ദുഭികൾ മുഴങ്ങി. ദേവന്മാർ ഭീഷ്മരുടെ മേൽ പുഷ്പങ്ങൾ ചൊരിഞ്ഞു. ദേവർഷിമാരും വസുക്കളും പറഞ്ഞത് ഭീഷ്മർ മാത്രമേ കേട്ടുള്ളൂ. വ്യാസമഹർഷിയുടെ അനുഗ്രഹത്താൽ സഞ്ജയന് അത് കേൾക്കുവാൻ കഴിഞ്ഞിരുന്നു. അതിനുശേഷം പിതാമഹൻ അർജുനന്റെ നേർക്ക് ശരങ്ങൾ പൊഴിച്ചില്ല. ശിഖണ്ഡി പ്രയോഗിച്ച ബാണങ്ങളെ ഭീഷ്മർ വകവെച്ചതുമില്ല. പാർത്ഥൻ പുഞ്ചിരിയോടെ ഭീഷ്മരുടെ ശരീരത്തിലുടനീളം ശരങ്ങൾ എയ്തു കൊള്ളിച്ചു. മറ്റു രാജാക്കന്മാരും ആയുധങ്ങൾ പ്രയോഗിച്ചു എങ്കിലും ഭീഷ്മർ അവയെ തടുക്കുകയും തിരിച്ച് ആയുധപ്രയോഗം നടത്തുകയും ചെയ്തു. പാർത്ഥശരമേറ്റ് ഭീഷ്മരുടെ തേർക്കൊടിമരം മുറിഞ്ഞു വീണു. ഭീഷ്മർ എടുക്കുന്ന വില്ലുകളെല്ലാം അർജുനന്റെ ശരങ്ങളേറ്റ് തകർന്നു വീണു. ഒട്ടേറെ മുറിവുകൾ ഏറ്റുകഴിഞ്ഞ ഭീഷ്മർ ദുശാസനനോട് ഇങ്ങനെ പറഞ്ഞു: നോക്കൂ, അർജുനൻ ക്രോധത്തോടെ പ്രയോഗിച്ച ശരങ്ങളേറ്റ് എൻ്റെ മാർച്ചട്ട പിളർന്നിരിക്കുന്നു. ശരീരമാസകലം എനിക്ക് മുറിവേറ്റു. ഇതൊന്നും ശിഖണ്ഡിയുടെ ശരങ്ങളല്ല. അർജുനന്റെ അമ്പുകൾക്കേ എന്നെ ഇത്രയ്ക്കും വേദനിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. അത്യന്തം ക്രോധത്തോടെ ഭീഷ്മർ പാർത്ഥന്റെ നേർക്ക് വീണ്ടും ഒരു ശക്തി വിക്ഷേപിച്ചു. അർജുനന്റെ ശരമേറ്റ് അതും അന്തരീക്ഷത്തിൽ വെച്ചു തന്നെ 3 കഷ്ണങ്ങളായി ചിതറിപ്പോയി. തുടർന്ന് വാളും പരിചയും എടുത്തുകൊണ്ട് തേരിൽ നിന്നിറങ്ങാനൊരുങ്ങിയ ഭീഷ്മരുടെ പരിച പാർത്ഥശരമേറ്റ് നറുങ്ങിത്തെറിച്ചു. ഭീഷ്മരുടെ ശരീരമാസകലം ശരങ്ങൾ തറച്ചു കയറി. കൗരവ വീരന്മാർ നോക്കി നിൽക്കെ സർവാംഗം ശരങ്ങൾ കൊണ്ട് മൂടിയ ഭീഷ്മർ തേരിൽ നിന്നും താഴെ വീണു. അസ്തമയവേളയിൽ കിഴക്കോട്ട് മുഖം തിരിഞ്ഞ് വീണുകിടക്കുന്ന ഭീഷ്മരെ കണ്ട് എല്ലാവരും പരിഭ്രമിച്ചു. ശരീരമാസകലം തറച്ചു കയറിയ ശരങ്ങളിൽ താങ്ങി പിതാമഹൻ നിലം തൊടാതെ കിടക്കുന്നു. ആ മേനിയിൽ ഒരു ദിവ്യ ചൈതന്യം തത്തിക്കളിച്ചു. സൂര്യൻ ദക്ഷിണായനത്തിലാകയാൽ മരണത്തിന് ഇത് നല്ല സമയമല്ല എന്ന് പിതാമഹൻ കാണുന്നു. ആ സമയത്ത് ഒരു അശരീരിയുണ്ടായി. ശാസ്ത്രജ്ഞന്മാരിൽ ശ്രേഷ്ഠനും മഹാത്മാവുമായ ഭീഷ്മർ ദക്ഷിണായനത്തിൽ എന്തിനു മരണം വരിച്ചു? അതുകേട്ട് പിതാമഹൻ മറുപടി നൽകുന്നു: ഞാനിപ്പോഴും ജീവനോടെ ഇരിക്കുന്നു. ഭീഷ്മർ ഉത്തരായനം പ്രതീക്ഷിച്ച് ജീവൻ നിലനിർത്തുന്നു എന്നറിഞ്ഞ ഗംഗാദേവി മഹർഷിമാരെ ഹംസങ്ങളുടെ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് അയക്കുന്നു. ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരെ പ്രദക്ഷിണം വെച്ചിട്ട് പോകാനൊരുങ്ങിയ ഹംസങ്ങളോട് അദ്ദേഹം ഇങ്ങനെ പറയുന്നു:
ഹംസങ്ങളെ, ഞാൻ ദക്ഷിണായനത്തിൽ ദേഹത്യാഗം ചെയ്യുകയില്ല. ഉത്തരായനമായിട്ടേ ഞാൻ യാത്ര തിരിക്കൂ. ഇത് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. അച്ഛൻ്റെ വരപ്രസാദം കൊണ്ട് മരണം എനിക്ക് അധീനമാണ്. അതിനാൽ നിശ്ചിത ദിവസം വരെ ജീവൻ നിലനിർത്തുന്നതിന് എനിക്ക് യാതൊരു പ്രയാസവുമില്ല. ഭീഷ്മർ ശരശയ്യയിൽ ഉറക്കം പൂണ്ടു. ഹംസങ്ങൾ മടങ്ങിപ്പോയി. കൗരവ പടയിലാകെ സങ്കടമായി. കൃപരും ദുര്യോധനാദികളും പൊട്ടിക്കരഞ്ഞു. പലരും ബോധം കെട്ടു. ചിലർ ചിന്തയിൽ മുഴുകി. ആർക്കും പോരിൽ ഉത്സാഹം തോന്നിയില്ല. കൗരവരുടെ നാശത്തിന് ഇനി ഏറെ നേരം വേണ്ട എന്ന് എല്ലാവരും ആലോചിക്കുന്നു. പാണ്ഡവ പക്ഷത്ത് വിജയസൂചകമായ ശംഖധ്വനി മുഴങ്ങി. ഭീഷ്മർ ഉപനിഷത്തുകളിൽ വർണ്ണിതമായ യോഗം ധരിച്ചുകൊണ്ട് പ്രണവം ജപിച്ച് ഉത്തരായനം തുടങ്ങുന്നതുവരെ കാത്തുനിന്നു. സന്ധ്യാവേളയിൽ പിതാമഹൻ വീണതോടെ കൗരവ പടയാകെ ദുഃഖിതരായി. പാഞ്ചാല വീരന്മാർ ആഹ്ലാദിച്ചു. ഭീഷ്മർ ശരശയ്യയിൽ ഉറക്കം പൂണ്ടു. ദുശാസനൻ ദ്രോണാചാര്യരുടെ അടുത്ത് വന്നെത്തി. ദുശാസനൻ പറയുന്നത് കേൾക്കാനായി പടയാളികൾ വന്നുകൂടി. ദുശാസനനിൽ നിന്ന് ആ ദുഃഖവാർത്ത കേട്ട ദ്രോണർ ബോധം കെട്ടു. അല്പം കഴിഞ്ഞ് ബോധം തെളിഞ്ഞ ഉടനെ ആചാര്യൻ യുദ്ധം നിർത്തിവെക്കുവാൻ ആജ്ഞാപിച്ചു. കൗരവർ പോര് മതിയാക്കി മടങ്ങുന്നത് കണ്ട് പാണ്ഡവരും കുതിരക്കാരെ പറഞ്ഞുവിട്ടു. പോർക്കളത്തിൽ നിന്നും പടയാളികളെ തിരിച്ചു വിളിച്ചു. പോർച്ചട്ടയും ആയുധങ്ങളുമെല്ലാം മാറ്റിവെച്ചിട്ട് രാജാക്കന്മാർ ഭീഷ്മരുടെ അടുക്കലെത്തുന്നു. ഇരുപക്ഷക്കാരും ഭീഷ്മരെ നമസ്കരിച്ചിട്ട് നാലുപാടുമായി കൂടി നിന്നു. അവരെല്ലാം കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് ഭീഷ്മരെ നോക്കുന്നു. ആ സമയം ഭീഷ്മർ ഇങ്ങനെ പറഞ്ഞു: ഭാഗ്യശാലികളായ മഹാരഥന്മാരെ, എല്ലാവർക്കും സ്വാഗതം. ഈ സമയത്ത് എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അല്പം കഴിഞ്ഞ് ഭീഷ്മർ ഇങ്ങനെ പറഞ്ഞു: എൻ്റെ തല ഒന്ന് ഉയർത്തി വെക്കണം. നിങ്ങൾ അതിനു പറ്റിയ ഒരു തലേണ കൊണ്ടുവന്ന് തരിക. അതുകേട്ട് രാജാക്കന്മാർ പോയി വിലയേറിയ പട്ടുതുണിയിലും സൂര്യപടത്തിലുമൊക്കെ ഉണ്ടാക്കിയ പല തലയിണകൾ കൊണ്ടുവന്നു. അതൊന്നും പിതാമഹന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു: രാജാക്കന്മാരെ, ഇവയൊന്നും ഈ വീരശയ്യയ്ക്ക് ചേരുന്നതല്ല. എന്നിട്ട് അടുത്തു നിന്ന അർജുനനോടായി ഭീഷ്മർ ഇങ്ങനെ പറഞ്ഞു: ധനഞ്ജയ, എൻ്റെ ശിരസ് തൂങ്ങിക്കിടക്കുന്നു. ഈ കിടക്കയ്ക്ക് യോജിച്ച ഒരു തലയണ കൊണ്ടുത്തരൂ. ക്ഷത്രിയ ധർമ്മത്തിൽ നിപുണനും ശ്രേഷ്ഠനുമായ നിനക്കു മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. പാർത്ഥൻ ഭീഷ്മരുടെ അനുമതിയോടെ ഗാണ്ഡീവം എടുത്ത് കുലയ്ക്കുന്നു. മന്ത്രപുരസരം പാർത്ഥൻ എയ്തുവിട്ട 3 ശരങ്ങൾ ഭൂമിയിലേറ്റു തിരിഞ്ഞ് ഭീഷ്മരുടെ തലയെ ഉയർത്തി നിർത്തി. താൻ എന്താണോ ഉദ്ദേശിച്ചത് അത് പാർത്ഥൻ മനസ്സിലാക്കിയപ്പോൾ ഭീഷ്മർ സന്തുഷ്ടനായി പാർത്ഥനെ പ്രശംസിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: പാണ്ഡവ, ഈ ശയ്യയ്ക്ക് യോജിച്ച തലയിണയാണ് നീ തന്നത്. ഇങ്ങനെ നീ ചെയ്തില്ലായിരുന്നു എങ്കിൽ ഞാൻ നിന്നെ ശപിച്ചേനെ. പ്രിയപ്പെട്ട പാർത്ഥ, സ്വധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന ക്ഷത്രിയൻ ഈ വിധം ശരശയ്യയിൽ തന്നെ കിടക്കണം. മറ്റു രാജാക്കന്മാരോടായി പിതാമഹൻ ഇങ്ങനെ പറയുന്നു: ഉത്തരായനം തുടങ്ങുവോളം ഞാൻ ഈ ശയ്യയിൽ കിടക്കും. ആ സമയത്ത് ഇവിടെ വരുന്നവർക്ക് എൻ്റെ പരലോകയാത്ര കാണാൻ സാധിക്കും. ഇവിടെ അടുത്തു തന്നെ ഒരു കുഴിയുണ്ടാക്കണം. ഈ കിടപ്പിൽ കിടന്നുകൊണ്ട് ഞാൻ സൂര്യനെ ഉപാസിക്കും. ഈ വിരോധമെല്ലാം മറന്ന് നിങ്ങൾ പോര് മതിയാക്കണം എന്ന് അവസാനമായി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ശരീരത്തിൽ നിന്നും ശരങ്ങൾ പിഴുതെടുക്കുവാൻ സമർത്ഥരായ വൈദ്യന്മാർ അവിടെ വന്നെത്തുന്നു. അവരെ കണ്ടിട്ട് അദ്ദേഹം ദുര്യോധനനോട് ഇങ്ങനെ പറഞ്ഞു: ദുര്യോധന, ഈ വൈദ്യന്മാരെ പണം കൊടുത്ത് ബഹുമാനപൂർവം പറഞ്ഞയക്കുക. എനിക്കിനി ഇവരെ കൊണ്ട് എന്തു നേട്ടമുണ്ടാക്കാനാണ്?
ക്ഷത്രിയ ധർമ്മത്തിലെ സർവശ്രേഷ്ഠമായ ഗതി എനിക്ക് കിട്ടി. ശരശയ്യയിൽ കിടന്നുകൊണ്ട് ചികിത്സിപ്പിക്കുന്നത് എൻ്റെ ധർമ്മമല്ല. ഈ ശരങ്ങളോടുകൂടി എന്നെ ദഹിപ്പിക്കണം. ദുര്യോധനൻ ധനം നൽകി വൈദ്യന്മാരെ യാത്രയാക്കി. ഭീഷ്മരുടെ ധർമ്മനിഷ്ഠയും സഹനബുദ്ധിയും കണ്ട് രാജാക്കന്മാർ വിസ്മയിച്ചു. പിന്നീട് കൗരവരും പാണ്ഡവരും 3 തവണ പ്രദക്ഷിണം വെച്ച് ഭീഷ്മരെ നമസ്കരിച്ചു. ഭീഷ്മരുടെ സുരക്ഷയ്ക്ക് വേണ്ട ഏർപ്പാട് ചെയ്തുകൊണ്ട് അവർ തങ്ങളുടെ കുടീരങ്ങളിലേക്ക് മടങ്ങിപ്പോയി. അല്പസമയം കഴിഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിരന്റെ കുടീരത്തിൽ എത്തിച്ചേരുന്നു. ഭഗവാൻ യുധിഷ്ഠിരനോട് ഇങ്ങനെ പറഞ്ഞു: രാജാവേ, അങ്ങേക്ക് വിജയമുണ്ടായിരിക്കുന്നു. ഭീഷ്മർ വീണത് മഹാഭാഗ്യം. ആ മഹാരഥൻ സർവശാസ്ത്ര പാരംഗതനായിരുന്നു. മനുഷ്യരിലാർക്കും അദ്ദേഹത്തെ വധിക്കുവാൻ കഴിയുമായിരുന്നില്ല. ദേവന്മാർക്കു പോലും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തോൽവിയാണ് ഫലം. ഇത് കേട്ടപ്പോൾ യുധിഷ്ഠിരൻ ഇങ്ങനെ പറഞ്ഞു: ഭഗവാൻ ശ്രീകൃഷ്ണ, എല്ലാം അങ്ങയുടെ കാരുണ്യം മാത്രം. ഭക്തന്മാരുടെ ഭയം ഇല്ലാതാക്കുന്നവനാണ് അങ്ങ്. ഞങ്ങൾ അങ്ങയെ ശരണം പ്രാപിച്ചവരാണ്. അങ്ങ് രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വിജയമുണ്ടാകുന്നതിൽ എന്തതിശയമാണ് ഉള്ളത്. അതിനുശേഷം പുലർച്ചെ കൗരവരും പാണ്ഡവരും ഭീഷ്മരെ കാണാൻ എത്തിച്ചേരുന്നു. അവർ പിതാമഹന്റെ മുന്നിലെത്തി അദ്ദേഹത്തെ നമസ്കരിക്കുന്നു. നിരവധി കന്യകമാർ പിതാമഹന്റെ അടുക്കൽ എത്തിച്ചേർന്നു. അവർ പിതാമഹന്റെ മേനിയിൽ ചന്ദനവും കുങ്കുമവും പുഷ്പമാല്യങ്ങളും ചാർത്തി. സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലും പെട്ടവർ അദ്ദേഹത്തെ കാണുവാനായി എത്തിച്ചേർന്നു. കൗരവരും പാണ്ഡവരും യുദ്ധം നിർത്തിവെച്ചു. പോർച്ചട്ടയും ആയുധങ്ങളും മാറ്റിവെച്ചിട്ട് പിതാമഹന്റെ അടുത്തു വന്നിരുന്നു. ശരങ്ങളേറ്റ മുറിവുകളിൽ നീറ്റൽ അനുഭവപ്പെട്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം മോഹാലസ്യപ്പെട്ടു. വളരെ പാടുപെട്ട് കണ്ണുമിഴിച്ച് പിതാമഹൻ രാജാക്കന്മാരോട് ഇപ്രകാരം പറഞ്ഞു: വെള്ളം വേണം. അതു കേട്ട മാത്രയിൽ ക്ഷത്രിയന്മാർ 4 പാടും പാഞ്ഞുപോയി. ശ്രേഷ്ഠമായ ഭക്ഷ്യവസ്തുക്കളും ജലം നിറച്ച കൂടങ്ങളും ഭീഷ്മരുടെ മുമ്പിൽ അർപ്പിക്കപ്പെട്ടു. അത് കണ്ട് ഭീഷ്മർ പറഞ്ഞു: ഇനി ഞാൻ മുമ്പ് അനുഭവിച്ചിട്ടുള്ള സാധനങ്ങളൊന്നും തന്നെ സ്വീകരിക്കുകയില്ല. മനുഷ്യലോകത്തിൽ നിന്നകന്ന് ശരശയ്യയിൽ കിടക്കുകയാണ് ഞാൻ. അർജുനനെ ഒന്ന് കണ്ടെങ്കിൽ. ഇങ്ങനെ പറഞ്ഞു അദ്ദേഹം. പെട്ടെന്ന് അർജുനൻ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി നമസ്കരിച്ചുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട് വിനീതഭാവത്തിൽ അർജുനൻ ഭീഷ്മരോട് ഇപ്രകാരം ചോദിച്ചു: പിതാമഹ, ആജ്ഞാപിച്ചാലും. അടുത്തു നിൽക്കുന്ന അർജുനനെ കണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: മകനെ, നിന്റെ ശരങ്ങൾ തുളഞ്ഞു കയറി എൻ്റെ ശരീരത്തെ നീറ്റുന്നു. മർമ്മസ്ഥാനങ്ങളിലൊക്കെ കടുത്ത വേദന. എൻ്റെ വാ വരളുന്നു. വെള്ളം തരൂ. വിധിപ്രകാരം എനിക്ക് വെള്ളം തരാൻ നിനക്കു മാത്രമേ കഴിയൂ. പാർത്ഥൻ ഭീഷ്മരുടെ അനുമതിയോടുകൂടി തേരിൽ കയറി ഇരുന്നു കൊണ്ട് ഗാന്ധീവമെടുത്തു കുലയ്ക്കുന്നു. ഞാണൊലി കേട്ട് സകലരും വിറച്ചുപോയി. തേരിലിരുന്നു കൊണ്ട് തന്നെ പിതാമഹനെ പ്രദക്ഷിണം വെച്ചിട്ട് പാർജന്യാസ്ത്രം ജപിച്ച് ഒരു ശരം എയ്തുവിട്ടു. ഭീഷ്മരുടെ ഒരു വശത്തു ഭൂമിയിൽ ആ ബാണം തളച്ചു കയറി. ഒരു ദിവ്യഗന്ധത്തോടുകൂടി അവിടെ നിന്നും ഒരു നിർമ്മല ജലധാര ഉത്ഭവിക്കുന്നു. അത് നേരിട്ട് ഭീഷ്മരുടെ മുഖത്തു തന്നെ പതിക്കുന്നു. നോക്കി നിന്നവർ അത്ഭുതപ്പെട്ടു. 4 പാടും ശംഖും ദുന്ദുഭിയും മുഴങ്ങുന്നു. ഭീഷ്മർ പാർത്ഥനോട് ഇങ്ങനെ പറഞ്ഞു: പ്രിയപ്പെട്ട പുത്ര, നിനക്കു മാത്രമേ ഇതിനു സാധിക്കൂ. ഈ യുദ്ധം ഒഴിവാക്കുവാൻ വേണ്ടി ഞാനും വിതുരരും ദ്രോണരും പരശുരാമനും ശ്രീകൃഷ്ണ ഭഗവാനും സഞ്ജയനും പല കുറി കൗരവരോട് പറഞ്ഞു നോക്കി. ദുര്യോധനൻ ഒന്നും അനുസരിച്ചില്ല. അവൻ്റെ തല തിരിഞ്ഞുപോയി. ആരു പറയുന്നതും അവന് വിശ്വാസമല്ല. ശാസ്ത്രവിരുദ്ധമായേ അവൻ പ്രവർത്തിക്കൂ. അതിൻ്റെ ഫലം അവൻ അനുഭവിക്കും. ഭീമന്റെ ബലത്തിൽ മാനം കെട്ട് അവൻ പോർക്കളത്തിൽ തന്നെ ദീർഘനിദ്ര പ്രാപിക്കും.
ഇത് കേട്ട് ദുര്യോധനൻ വളരെയധികം ദുഃഖിക്കുന്നു. അങ്ങനെ ഭീഷ്മർ ഉത്തരായനം പ്രതീക്ഷിച്ച് ശരശയ്യയിൽ തന്നെ കിടക്കുകയാണ്. എല്ലാ ദിവസവും കൗരവരും പാണ്ഡവരും ഭീഷ്മ പിതാമഹനെ വന്നുകണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. അതിനുശേഷം ഭീഷ്മർ യുധിഷ്ഠിരന് ധാരാളം കഥകളും ഒരു രാജാവ് എങ്ങനെ രാജ്യം ഭരിക്കണമെന്നും ഒരു മന്ത്രിയുടെ ധർമ്മം എന്തെന്നും തുടങ്ങി ധാരാളം കഥകളും ഉപദേശങ്ങളും യുധിഷ്ഠിരന് നൽകുന്നു. അങ്ങനെ സൂര്യൻ ഉത്തരായനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. യുദ്ധമെല്ലാം അവസാനിച്ചു കഴിഞ്ഞു. പാണ്ഡവർ ജയിച്ചിരിക്കുന്നു. ആ സമയത്താണ് ഭീഷ്മർ യുധിഷ്ഠിരനു വേണ്ട ഉപദേശങ്ങളെല്ലാം തന്നെ നൽകുന്നത്. സൂര്യൻ ഉത്തരായനത്തിലേക്ക് എത്തി എന്നറിഞ്ഞ നിമിഷം യുധിഷ്ഠിരൻ അവിടേക്ക് എത്തിച്ചേരുന്നു. യുധിഷ്ഠിരൻ ഭീഷ്മ പിതാമഹനെ വന്ദിക്കുന്നു. യുധിഷ്ഠിരൻ ഭീഷ്മരോടായി ഇങ്ങനെ പറഞ്ഞു: പിതാമഹ, ഞാൻ യുധിഷ്ഠിരൻ അങ്ങയെ പ്രണമിക്കുന്നു. ഞാൻ പറയുന്നത് കേൾക്കാൻ സാധിക്കുമെങ്കിൽ എന്തു ചെയ്യണമെന്ന് അങ്ങ് ആജ്ഞാപിച്ചാലും. അങ്ങ് പറഞ്ഞ സമയത്തിനു മുമ്പ് തന്നെ അഗ്നികളുമായി വന്നിരിക്കുകയാണ് ഞാൻ. അങ്ങയുടെ പുത്രനായ ധൃതരാഷ്ട്ര മഹാരാജാവും മന്ത്രിമാരോടൊപ്പം ഇവിടെ എഴുന്നള്ളിയിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാനും മരിക്കാതെ ശേഷിച്ച രാജാക്കന്മാരും കുരുവംശത്തിലെ പൗരപ്രമുഖന്മാരുമെല്ലാം അങ്ങയെ ദർശിക്കുവാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങ് കണ്ണു തുറന്ന് ഇവരെ എല്ലാവരെയും ഒന്ന് നോക്കിയാലും. അങ്ങ് പറഞ്ഞതിനനുസരിച്ച് ഈ സമയത്തേക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ആവശ്യമുള്ള എല്ലാ സാധനങ്ങൾക്കും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ യുധിഷ്ഠിരൻ പറയുന്നത് കേട്ട് ഭീഷ്മർ കണ്ണുമിഴിച്ച് 4 പാടും നിൽക്കുന്ന രാജാക്കന്മാരെ നോക്കി. എന്നിട്ട് യുധിഷ്ഠിരന്റെ കൈ പിടിച്ചുകൊണ്ട് ഗംഭീരമായ സ്വരത്തിൽ ഇങ്ങനെ പറയുന്നു: മകനെ യുധിഷ്ഠിര, നീ മന്ത്രിമാരെയും കൂട്ടി വന്നത് നന്നായി. സൂര്യൻ ഉത്തരായനത്തിലേക്ക് വന്നിട്ടുണ്ട്. ഈ മൂർച്ചയേറിയ ശരങ്ങളുടെ മേൽ ഞാൻ കിടക്കാൻ തുടങ്ങിയിട്ട് ഇന്നത്തേക്ക് 58 ദിവസമായി. പക്ഷേ ഒരു 100 വർഷങ്ങളുടെ മട്ടിലാണ് അവ എനിക്ക് അനുഭവപ്പെട്ടത്. ഇത് മാഘമാസമാണ്. ശുക്ലപക്ഷത്തിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞു. ഇനി 3 ഭാഗം കൂടിയുണ്ട്. യുധിഷ്ഠിരനോട് ഇങ്ങനെ പറഞ്ഞിട്ട് ഭീഷ്മർ ധൃതരാഷ്ട്രരെ വിളിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: രാജാവേ, നിനക്ക് ധർമ്മബോധമുണ്ട്. നീ ധർമ്മമെല്ലാം നല്ലവണ്ണം അറിഞ്ഞവനാണ്. ഇപ്പോൾ നിന്റെ മനസ്സിൽ യാതൊരു സന്ദേഹവുമില്ല. നീ ശാസ്ത്രജ്ഞാനം നേടിയവനും വിദ്വാനുമായ രാജാവാണ്. നിരവധി താപസന്മാരെ നിനക്ക് പരിചയമുണ്ട്. അവരെ നീ പരിചരിച്ചിട്ടുണ്ട്. വേദങ്ങളും ശാസ്ത്രങ്ങളും ധർമ്മങ്ങളുമെല്ലാം നിനക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് നീ ദുഃഖിക്കരുത്. നടക്കേണ്ടതൊക്കെ നടന്നു കഴിഞ്ഞു എന്ന് കരുതി നീ സമാധാനിക്കുക. നീ വ്യാസദേവനിൽ നിന്ന് ദേവന്മാരുടെ രഹസ്യം അറിഞ്ഞു കഴിഞ്ഞിരിക്കുമല്ലോ. അതനുസരിച്ചിട്ടാണ് ഭാരതയുദ്ധത്തിലെ സകല സംഭവങ്ങളും ഉണ്ടായത്. ഈ പാണ്ഡവർ പാണ്ഡുവിൻ്റെ എന്നതുപോലെ ധാർമ്മികമായി നിന്റെയും പുത്രന്മാരാണ്. ഇവർ സദാ ഗുരു ശുശ്രൂഷയിൽ തൽപരരാണ്. ധർമ്മത്തെ അടിസ്ഥാനമാക്കി നീ സ്വന്തം പുത്രന്മാരെ എന്നതുപോലെ ഇവരെ രക്ഷിക്കണം. യുധിഷ്ഠിരന്റെ മനസ്സ് വളരെ പരിശുദ്ധമാണ്. ഇവർ എപ്പോഴും നിന്റെ ആജ്ഞാനുവർത്തികളായിരിക്കും. ഇവർ ശാന്തശീലരാണ്. നിന്റെ പുത്രന്മാർ ദുരാത്മാക്കളും ക്രോധശീലരുമാണ്. അതുകൊണ്ട് അവരെ കരുതി നീ ദുഃഖിക്കേണ്ടതില്ല. ധൃതരാഷ്ട്രോട് ഇത്രയും പറഞ്ഞിട്ട് ഭീഷ്മർ ശ്രീകൃഷ്ണ ഭഗവാനെ നോക്കി ഇങ്ങനെ പറഞ്ഞു: ഭഗവാനെ, അങ്ങ് ദേവാദിദേവനാണ്. ദേവന്മാരും അസുരന്മാരുമെല്ലാം അങ്ങയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. 2 ചുവടുകൊണ്ട് 3 ലോകങ്ങളും അളന്ന വാമനമൂർത്തി, അങ്ങേക്ക് നമസ്കാരം. ശംഖചക്ര ഗദാധര വാസുദേവ, എന്നെ ഉദ്ധരിച്ചാലും. ശ്രീകൃഷ്ണ, എന്നെ പോകാൻ അനുവദിച്ചാലും.
എപ്പോഴും അങ്ങയെ തൻ്റെ ശരണം പ്രാപിച്ചിരിക്കുന്ന ഈ പാണ്ഡുപുത്രന്മാരെ അങ്ങ് രക്ഷിച്ചാലും. ഞാൻ ദുർബുദ്ധിയായ ദുര്യോധനനോട് നേരത്തെ തന്നെ പറഞ്ഞതാണ്, ശ്രീകൃഷ്ണൻ എവിടെയുണ്ടോ അവിടെ ധർമ്മമുണ്ട്. ധർമ്മമുള്ളിടത്തെ ജയമുണ്ടാകൂ. അതുകൊണ്ട് മകനെ ദുര്യോധന, ശ്രീകൃഷ്ണന്റെ സഹായത്തോടെ പാണ്ഡവരുമായി സന്ധി ചെയ്യൂ. സന്ധി ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സന്ദർഭമാണിത്. ഇങ്ങനെയൊക്കെ പലതവണ പറഞ്ഞിട്ടും ആ മൂഢൻ എൻ്റെ വാക്ക് കേട്ടില്ല. അതിൻ്റെ ഫലം അവൻ അനുഭവിച്ചു. ഇനി ഞാൻ ഈ ശരീരം ഉപേക്ഷിക്കട്ടെ. അതിനങ്ങെന്നെ അനുവദിക്കണം. അങ്ങയുടെ അനുവാദം ലഭിച്ചാൽ എനിക്ക് പരമഗതി ലഭിക്കും. അത് കേട്ടപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ അരുളി ചെയ്തു, ഭീഷ്മരെ, സന്തോഷപൂർവം ഞാൻ അങ്ങേക്ക് അനുവാദം തരുന്നു. അങ്ങ് വസുക്കളുടെ ലോകത്തിലേക്ക് പോയാലും ഈ ലോകത്ത് അങ്ങൊരു പാപവും ചെയ്തിട്ടില്ല. രാജർഷേ, മറ്റൊരു മാർക്കണ്ഡേയനെ പോലെയാണങ്ങ്. മൃത്യു ഒരു വിനീത ദാസിയെപ്പോലെ അങ്ങേക്ക് വിധേയമാണ്. ഇതു കേട്ടിട്ട് ഭീഷ്മർ പാണ്ഡവരോടും ധൃതരാഷ്ട്രരോടും സുഹൃത്തുക്കളോടുമായി ഇങ്ങനെ പറഞ്ഞു, ഇനി ഞാൻ പ്രാണത്യാഗം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാം എനിക്ക് വിട നൽകുവിൻ. നിങ്ങളെല്ലാം എപ്പോഴും സത്യധർമ്മങ്ങൾ പാലിക്കുന്നതിൽ നിഷ്ഠയുള്ളവരായിരിക്കണം. സത്യമാണ് ഏറ്റവും വലിയ ശക്തി. എല്ലാവരോടും ശാന്തമായി പെരുമാറുക. ഇന്ദ്രിയങ്ങളെ എപ്പോഴും നിയന്ത്രിച്ചു നിർത്തുക. താപസന്മാരെ ബഹുമാനിക്കുക. നിങ്ങളെല്ലാവരും തന്നെ ധർമ്മിഷ്ഠരായി ജീവിക്കുക. അനന്തരം ഭീഷ്മർ യുധിഷ്ഠിരനോട് ഇങ്ങനെ പറഞ്ഞു, രാജാവേ, നിങ്ങൾ താപസന്മാരെ, പ്രത്യേകിച്ച് വിദ്വാൻമാരെയും ആചാര്യന്മാരെയും ഋത്വിക്കുകളെയും പൂജിച്ചു കൊണ്ടിരിക്കണം. അതിനുശേഷം ഭീഷ്മർ കുറച്ചു സമയം മൗനം അവലംബിച്ചു കിടന്നു. അതിനുശേഷം യോഗബലം കൊണ്ട് തടുത്തു നിർത്തിയിരിക്കുന്ന പ്രാണൻ മേൽപോട്ട് കയറ്റുവാൻ തുടങ്ങി. ക്രമേണ പ്രാണൻ മേൽപോട്ട് കയറുവാൻ തുടങ്ങി. ആ സമയത്ത് അവിടെ കൂടിയിരുന്ന മഹാപുരുഷന്മാർ നോക്കി നിൽക്കെ ഒരു അത്ഭുത സംഭവമുണ്ടായി. ഭീഷ്മരുടെ പ്രാണൻ ഓരോ അവയവങ്ങളിൽ നിന്നും വിട്ടുമാറുമ്പോഴേക്കും ആ അവയവത്തിൽ തറച്ചിരുന്ന ബാണം താനെ ഊരി വീഴുകയും മുറിവ് ഉടനെ തന്നെ മാഞ്ഞു പോവുകയും ചെയ്തു. അല്പസമയം കൊണ്ട് തന്നെ ഭീഷ്മ ശരീരത്തിലെ അമ്പുകളെല്ലാം ഊരി താഴെ വീണു. ഇത് കണ്ടിട്ട് ശ്രീകൃഷ്ണ ഭഗവാനും വേദവ്യാസൻ തുടങ്ങിയ മഹർഷിമാരു പോലും അത്ഭുതപ്പെട്ടു. ശരീരത്തിലെ ദ്വാരങ്ങളെല്ലാം ബന്ധിച്ച് ഭീഷ്മർ പ്രാണനെ പല വഴികളിൽ നിന്നും അകറ്റി ശിരസിലെത്തിച്ചു. അദ്ദേഹത്തിൻ്റെ ശിരസ് പൊട്ടിച്ചുകൊണ്ട് പ്രാണൻ ആകാശത്തിലേക്ക് ഉയർന്നുപോയി. ആ സമയത്ത് ദേവദുന്ദുഭികൾ മുഴങ്ങി. ദേവന്മാർ വാനിൽ നിന്നും പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു. സിദ്ധന്മാരും ബ്രഹ്മർഷിമാരും ആഹ്ലാദിച്ചു. അവർ ഭീഷ്മരെ അഭിനന്ദിച്ചു. അങ്ങനെ ഭാരതവംശത്തിൻ്റെ ഭാരം താങ്ങിയിരുന്ന ശന്തനുപുത്രനായ ഭീഷ്മർ കാലഗതി അടഞ്ഞു. അതിനുശേഷം പാണ്ഡവരും വിതുരരും യുത്സുവും ചേർന്ന് ചന്ദനം, കാരകിൽ തുടങ്ങിയ വിറകുകളും സുഗന്ധദ്രവ്യങ്ങളും ചേർത്ത് ചിതയൊരുക്കി. അങ്ങനെ പിതാമഹൻ്റെ ആ ശരീരത്തെ ചിതയിൽ വെച്ച് ദഹിപ്പിക്കുന്നു. അതിനുശേഷം വേണ്ട ശവസംസ്കാര കർമ്മങ്ങളെല്ലാം വിധിപൂർവം അനുഷ്ഠിക്കുന്നു. അങ്ങനെ ഭീഷ്മ പിതാമഹൻ്റെ മരണം സംഭവിച്ച ദിവസമാണ് ഭീഷ്മ അഷ്ടമിയായി നമ്മൾ ആചരിക്കുന്നത്. അത് 2025 ഫെബ്രുവരി 5-ാം തീയതിയാണ്. അന്നേ ദിവസം മരണപ്പെട്ടു പോയവർക്കെല്ലാം ബലിയർപ്പിക്കുന്നത് വളരെ വളരെ വിശേഷമാണ് എന്നാണ് പറയുന്നത്. അന്നത്തെ ദിവസം പിതൃപൂജ നടത്തുന്നതും മരണപ്പെട്ടു പോയ നമ്മളുടെ ബന്ധുക്കൾക്ക് വേണ്ടി ബലിയിടുന്നതുമൊക്കെ തന്നെ വളരെയധികം ശ്രേയസ്കരമാണ് എന്ന് വിശ്വസിക്കുന്നു.
ഭീഷ്മ പിതാമഹന്റെ അനുഗ്രഹം ഉണ്ടാകും എന്നും വിശ്വസിക്കുന്നു. ഈ വിധമാണ് ഭീഷ്മര് തൻ്റെ പ്രാണൻ ഉത്തരായനം വരെ നിലനിർത്തിക്കൊണ്ടിരുന്നത്. ഉത്തരായനത്തിലെ ആ ശുഭമുഹൂർത്തത്തിൽ അദ്ദേഹം തൻ്റെ ശരീരം വിട്ട് അകന്നു പോവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആത്മാവ് വസുക്കളുടെ ലോകത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത്. ഭീഷ്മര് മുൻജന്മത്തിൽ വസു ആയിരുന്നുവെന്നും ആ വസു എങ്ങനെയാണ് ഭീഷ്മരായി ജനിച്ചതെന്നും ഒക്കെയുള്ള കഥ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മഹാഭാരതം എന്ന ഒരു ഫോൾഡർ പ്ലേലിസ്റ്റിലുണ്ട്. ആ പ്ലേലിസ്റ്റിൽ ഭീഷ്മരുടെ ജനനം, മഹാഭാരതത്തിലെ ആദ്യ ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഭീഷ്മരാരായിരുന്നു മുൻജന്മത്തിലെന്നും എങ്ങനെയാണ് ഭീഷ്മരായി ജനിച്ചതെന്നും ഭീഷ്മർക്ക് വിവാഹം കഴിക്കാൻ പറ്റാതിരുന്നത് എന്തുകൊണ്ടാണെന്നും അങ്ങനെയുള്ള കഥകളൊക്കെ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഈ ഭാഗം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടില്ലായിരുന്നു. ഈ ദിവസത്തെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ മഹാഭാരതത്തിലെ ഈ ഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങൾക്ക് മനസ്സിലായോ, ഇഷ്ടപ്പെട്ടോ, ഇതുപോലുള്ള കഥകൾ നിങ്ങൾക്ക് ഇനിയും കേൾക്കണമോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുക. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായും നിങ്ങൾ എഴുതി അറിയിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയെങ്കിലും ചെയ്യണം. പ്രാർത്ഥിക്കുക. ഈ ദിവസത്തെ പ്രാധാന്യം മനസ്സിലാക്കുക. അന്നേ ദിവസം, അതായത് ഫെബ്രുവരി 5-ാം തീയതി നിങ്ങൾ ഈ കഥ ഒന്നും കൂടെ കേൾക്കുന്നത് കൂടുതൽ ഫലത്തെ പ്രദാനം ചെയ്യും. അതുപോലെ തന്നെ അന്ന് മകരമാസത്തിലെ ഭരണി ദിവസവും കൂടിയാണ്. മകരഭരണി. ആ ദിവസം ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുന്നതും വളരെ വിശേഷമാണ്. ഉമാദേവി കാളികയായി അവതരിച്ച കഥ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 2 കഥകളും ഫെബ്രുവരി 5-ാം തീയതി നിങ്ങൾ ഒന്നും കൂടെ കേട്ട് പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഫലത്തെ പ്രദാനം ചെയ്യും. സമയം കിട്ടുന്ന സമയത്ത്, രാവിലെയോ വൈകുന്നേരമോ രാത്രിയിലോ എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ആ സമയത്ത് ഈ 2 കഥകളും ഒന്നും കൂടി കേൾക്കുക. കഥ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും കൂടുതൽ ഭഗവാനിലേക്ക് അടുക്കുകയാണ് എന്ന് വിശ്വസിക്കുക. ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുക, ഭഗവാന്റെ കഥകൾ പ്രചരിപ്പിക്കുക. അത് ഭക്തിയുടെ മറ്റൊരു തലം തന്നെയാണ്. നിരന്തരം നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.